Hello everyone! നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ IT പ്രാക്ടിക്കൽ ഡേറ്റാബേസ് വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടാൽ ഡേറ്റാബേസ് സെറ്റ് ആണ്. അപ്പോൾ ഒന്നും പേടിക്കണം. നിങ്ങൾക്ക് ക്വയറി പേടിയാണ്, റിപ്പോർട്ട് പേടിയാണ്, ഫോം പേടിയാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഞാൻ സെറ്റ് ആക്കി തരാം. അപ്പോൾ ഈ വീഡിയോ കാണാം. ഞാൻ ഓരോ കാര്യങ്ങൾ പറയാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതൊക്കെ തിയറി എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക, അത് ഫ്രീ ആണ്. അതേപോലെ കമൻറ്റും ചെയ്യുക, അതും ഫ്രീ ആണ്. ആൻഡ് ഫ്രണ്ട്സിനോടൊക്കെ പോയി സ്കൂളിൽ പോയിട്ട് പറയാം. ആൻഡ് മറക്കരുത്, ഇവിടെ എക്സാമിനറിൽ കമ്പ്യൂട്ടർ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ് കൊണ്ട് നിങ്ങളുടെ ഫൈനലും മോഡൽ എക്സാമിനും എല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ നോട്ട്സൊക്കെ പ്രാക്ടിക്കൽ നോട്ട്സൊക്കെ വേണം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ എല്ലാം വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഫ്രീ ആണ്, എല്ലാ നോട്ട്സും കിട്ടും. അതേപോലെ ഇതാ എക്സാമിനറിൻ്റെ നമ്മുടെ ഈ ചാനലിൽ കുറേ ലൈവ് നടത്തുന്നുണ്ട് ഐറ്റീൻ്റെ. അത് നിങ്ങൾ ചിലപ്പം ഇത് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോസ് ഉണ്ട്, എല്ലാ ടൈപ്പ് വീഡിയോസ് ഉണ്ട്, എല്ലാ പ്രാക്ടിക്കലിലെ വീഡിയോ ഉണ്ട്, എല്ലാം പോയി കാണാൻ പറ്റുന്നതാണ്. എല്ലാം പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡേറ്റാബേസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡേറ്റാബേസ് വളരെ സിമ്പിളാണ്. 2 ടൈപ്പ് ക്വസ്റ്റ്യനെ കണ്ടിട്ടുള്ളൂ. 4 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യും. രണ്ട് ടൈപ്പാണ് വരുന്നുള്ളൂ. ഓക്കെ, വേറെ ഒന്നും പേടിക്കാനില്ല. 2 റിക്വയറി ജനറേറ്റ് ചെയ്യാനാണ്, 2 റിപ്പോർട്ട് ഉണ്ടാക്കാനാണ്. വളരെ സിമ്പിളാണ്. ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ പഠിക്കുന്നത് അതേപോലെ ചെയ്താൽ സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾക്ക് അലൻ സാറിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. മേലെ ഇപ്പോൾ വരുന്ന നിങ്ങൾക്ക് ഇതിൽ ഫോളോ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഓക്കെ, ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഏത് സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഡേറ്റാബേസ് ചെയ്യുക? എന്താണ് OTT ഫയൽ? അത് നമ്മൾ റൈറ്റർ ഫയൽ അല്ലേ, ലിബ്രെ ഓഫീസ് റൈറ്റർ. ഇവിടെ ലിബ്രെ ഓഫീസ് ബേസ് ആണ് ഉപയോഗിക്കുക കേട്ടോ ഡേറ്റാബേസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ ഇതാ ഒരു സ്കൂൾ കുട്ടികൾക്ക് വിവരങ്ങൾ നമ്മൾ ലഭിക്കണം. എക്സാം ഡോക്യുമെൻറ്റ്സ് സ്റ്റുഡൻസ് 1.odbയിലുണ്ട്. അതിൽ ഓപ്പൺ ചെയ്തിട്ട് കോവിഡ് വാക്സിനേഷൻ എടുത്ത കുട്ടികളുടെ വിവരങ്ങൾ മാത്രം എന്താണ് ക്വയറി ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ക്വയറി എന്നായിരിക്കും പറയാം. സെയിം സംഭവം തന്നെയാണ് ക്വയറി എന്ന് പറയുന്നത്. അപ്പോൾ ക്വയറി ജനറേറ്റ് ചെയ്യണം. അപ്പം സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഇതാ ഇംഗ്ലീഷ് സ്റ്റെപ്സ് ഉണ്ട്. സുഖമായി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹോമിൽ പോവുക. അലൻ സാറിൻ്റെ ഹോമില്ല, അലൻ സാറിൻ്റെ ഡെസ്ക്ടോപ്പിലാണ്. ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ സ്റ്റുഡൻസ് 1.odb അത് ഓപ്പൺ ചെയ്യാം. വളരെ സിമ്പിൾ. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ലെഫ്റ്റിലുള്ള നിങ്ങൾക്ക് അപ്പുറത്ത് കാണാൻ പറ്റും. അപ്പുറത്ത് ഓക്കെ, എന്താണ് ഡേറ്റാബേസിൽ ടേബിൾസ് കാണാം, ക്വയറി കാണാം, ഫോംസ് കാണാം, റിപ്പോർട്ട് കാണാം. നമ്മളോട് എന്തുണ്ടാക്കാനാണ് പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് ക്വയറിയാണ്. ഓക്കെ, ക്വയറീസിൽ യൂസ് വിസർഡ് ടു ക്രിയേറ്റ്. ഓക്കെ, വിസർഡ് അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചിട്ടാണ് ക്വയറി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് വിസർഡ് ഉപയോഗിച്ചിട്ട് ക്വയറി ഉണ്ടാക്കണം. തന്നിരിക്കുന്ന ഫീൽഡുകൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, വാക്സിനേഷൻ. ഈ 4 കാര്യങ്ങളും വേണം. ഒരു കണ്ടീഷൻ ഉണ്ടെന്നാണ്, വാക്സിനേഷൻ ഉള്ള ആ ഫീൽഡിൽ വാക്സിനേറ്റഡ് എന്നുള്ള കുട്ടികളുടെ ക്വയറി മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ഓപ്പൺ ചെയ്ത് ക്വയറി നിൽക്കുന്നു. ക്വയറിയിൽ ഏത് നിൽക്കാൻ പറഞ്ഞത്? യൂസ് വിസർഡ്. അപ്പോൾ യൂസ് വിസർഡ് ഒരു ക്ലിക്ക് നിൽക്കുക. ഓക്കെ, അപ്പോൾ 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം സമാധാനത്തോടെ. ഓക്കെ, ഡബിൾ ക്ലിക്കോ 3-4 ക്ലിക്ക് ചെയ്യേണ്ട, 2-3 സെക്കൻഡിൽ വന്നോളും. ഇനി ഇതാണ് ക്വയറി വിസർഡ്. നമുക്ക് ഈ 8 ഓപ്ഷൻ ഒന്നും വേണ്ട. നമ്മളോട് പറഞ്ഞിരിക്കുക ഏതൊക്കെ ഫീൽഡാണ് സെലക്ട് ചെയ്യേണ്ടത്? അഡ്മിഷൻ നമ്പർ നിൽക്കുന്നു, ടക്ക് ക്ലിക്ക് ചെയ്യുന്നു. നെയിം ക്ലിക്ക് ചെയ്യുന്നു, ടക്ക് ക്ലിക്ക് ചെയ്യുന്നു. ക്ലാസ് ക്ലിക്ക് ചെയ്യുന്നു, ടക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഈ 3 ഇനി അടുത്ത പറഞ്ഞത് എന്താണ്? അടുത്ത് നിങ്ങൾ ചാടി കയറിയിട്ട് ഇതാ വേറെ ഒന്നും വേണ്ട. നമ്മളോട് അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, വാക്സിനേഷനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇതൊന്നും വേണ്ട, വാക്സിനേഷനിലേക്ക് പോകുന്നു. ടക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് ഫിനിഷിനൊക്കെ എഴുതി നെക്സ്റ്റ് നിൽക്കണം. സോർട്ടിംഗ് ഓർഡർ ഇവർ ABCD ഓർഡറിലോ അല്ലെങ്കിൽ BCD എന്തെങ്കിലും ഓർഡർ പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നുമില്ല. അപ്പോൾ മാർക്കിനനുസരിച്ചൊന്നും ഓർഡർ മാറ്റാൻ പറഞ്ഞില്ല. ഇനി സെർച്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട്. മാച്ച് ഓൾ ഓഫ് ദ ഫോളോയിങ് എന്താണ് സെർച്ച് കണ്ടീഷൻ? ഫീൽഡ് എന്താണ് പറഞ്ഞത്? ഇവർ പറഞ്ഞിട്ടുണ്ട് സെർച്ച് കണ്ടീഷനിൽ വാക്സിനേഷൻ എന്നുള്ളത് വാക്സിനേഷൻ ഇസ് ഈക്വൽ ടു വാക്സിനേറ്റഡ് ആയിരിക്കണം. വാക്സിനേഷൻ ഫീൽഡ് അപ്പം അഡ്മിഷൻ നമ്പർ അല്ല ചോദിച്ചാൽ പേരല്ല, ക്ലാസ്സിലെ വാക്സിനേഷന് ഇസ് ഈക്വൽ ടു തന്നെ മതി. ഇസ് ഈക്വൽ ടു വാക്സിനേറ്റഡ്. ഇവിടെ നിങ്ങൾ തന്നിരിക്കുന്ന ആ സാധനം അങ്ങനെ തന്നെ ഓക്കെ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ വാക്സിനേറ്റിൽ V സ്മോൾ ആണെങ്കിൽ നിങ്ങൾ V സ്മോൾ കൊടുക്കും. ഇവിടെ V അല്ല, തെറ്റായ സ്പെല്ലിംഗ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ സ്പെല്ലിംഗ്. നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ അത് തന്നെ കൊടുക്കുന്നു. ഓക്കെ, ആ കറക്റ്റ് ക്യാപ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു സെർച്ച് കണ്ടീഷനുള്ള. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി നിങ്ങളോട് ഡീറ്റെയിൽസോ സമ്മറിയോ ഏലിയസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒന്നും ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഫിനിഷ് ആക്കാം. ഓക്കെ, ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ക്വയറി ഉണ്ട്. എന്താണ് ഈ ക്വയറി എന്ന് പറയുന്നത്? നമ്മൾ റിക്വസ്റ്റ് ആണ്. ഇങ്ങനത്തെ ഒരു ടേബിൾ ഉണ്ടാക്കി റിക്വസ്റ്റ് ആണ്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിപ്പോർട്ട്, എനിക്ക് റിപ്പോർട്ട് വേണം, ഐ വോണ്ട് ഇറ്റ് റിപ്പോർട്ട് ASAP എന്നൊക്കെ പറയുന്നത്. ഇത് ക്വയറി എന്ന് നമ്മൾ റിക്വസ്റ്റ് കമ്പ്യൂട്ടർ സെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താണ് ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് ഇതൊരു ഹോട്ടലിൽ പോയിട്ട് ക്വയറി നടത്തും അല്ലേ, നമ്മൾ എൻക്വയറി ചെയ്യും, ക്വയറി സെൻഡ് ചെയ്യും, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ് തന്നിട്ടുണ്ട്, വാക്സിനേഷൻ സ്റ്റേറ്റസും. ഇവരൊക്കെ പ്രത്യേകത എന്താ? എല്ലാവരും വാക്സിനേറ്റഡ് ആയിരിക്കും, അതാണ്. ഇനി ഈ സാധനം ക്ലോസ് ചെയ്തോ, നമ്മൾ ക്വയറി ഉണ്ടാക്കി. ഇനി എപ്പോഴും നിങ്ങൾ പേടിക്കേണ്ട പോയതോ എവിടെയെങ്കിലും ഉണ്ടല്ല, ഈ ക്വയറിൻ്റെ ഉള്ളിൽ ക്വയറി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെർച്ച് ചെയ്ത സാധനം ഉണ്ടാവും. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ഫയൽ സേവ് ആസ് കൊടുക്കണം.
ഈ ക്വയറി ഒന്നും ചെയ്യേണ്ട. ഈ ഫയൽ, ഈ ഒ ഡി ബി ബേസ് ഫയൽ നിങ്ങളുടെ റോൾ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറായിട്ട് സേവ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ റോൾ നമ്പർ _ ക്വസ്റ്റ്യൻ സേവ് ആസ് കൊടുക്കുക. ഹോമിൽ പോവുക, എക്സാം 10ൽ പോവുക. എക്സാം 10ൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഡേറ്റാബേസ് 1_ എന്ന് കൊടുക്കുന്നു. നിങ്ങൾ റോൾ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ സേവ് ആസ് കൊടുക്കുന്നു. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞാലോ 2-3 മിനിറ്റല്ലേ എടുത്തുള്ളൂ. ഓക്കെ, ഇത്രയും സിമ്പിളാണ് പരിപാടി. അപ്പോൾ അൽസാറിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അത് മനസ്സിലായി. ഇത്രേ ഉള്ളൂ ചെയ്യാൻ. ക്വയറി ഉണ്ടാക്കുക. അപ്പോൾ ക്വയറി ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ദ സ്റ്റുഡൻസ് 1 ODB എടുക്കുക. പ്രതിഭാഷ മലയാളത്തിൽ തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, students 1.odb എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്വയറിയിലേക്ക് പോകുന്നു. യൂസ് വിസർ ടു ക്രിയേറ്റ് ക്വയറി നിൽക്കുന്നു. സെയിം സ്റ്റെപ്സ്, ഒരു വ്യത്യാസമല്ല. ഇനി എന്തൊക്കെയാണ് ഫീൽഡുകൾ വേണ്ടത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫീൽഡുകളിൽ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഫസ്റ്റ് ലാംഗ്വേജ്, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പം അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഫസ്റ്റ് ലാംഗ്വേജ്, വേറൊന്നുമല്ല ഫസ്റ്റ് ലാംഗ്വേജ്. വാക്സിനേഷൻ അല്ല, ഫസ്റ്റ് ലാംഗ്വേജ്. ഫിനിഷ് അല്ല, നെക്സ്റ്റ്. ഫിനിഷ് ആക്കിയാൽ ഇവരെ 4 ആൾക്കാരെല്ലാം ഔട്ടും വരും, അത് പറ്റില്ല. ഇനി സോർട്ടിംഗ് ഓർഡർ പറഞ്ഞിട്ടില്ല. നോക്കട്ടെ, സോർട്ടിംഗ് ഓർഡർ പറഞ്ഞിട്ടുണ്ടോ? സോർട്ടിംഗ് ഇല്ല, പറഞ്ഞിട്ടില്ല അല്ലേ, ഒന്നും പറഞ്ഞിട്ടില്ല. സെർച്ച് കണ്ടീഷൻ ഫസ്റ്റ് ലാംഗ്വേജ് = മലയാളം. ഓക്കെ, എന്താണ്, വേറെ ഒന്നും വേണ്ട. ട്രാൻസ്ഫേർഡ് ഫീൽഡ് ടു ദ ക്വയറി നെക്സ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജ് എന്താണ് ചെയ്യേണ്ടത്, മലയാളമായിട്ട്. അത്രേ ഉള്ളൂ, മലയാളം. നോക്കിയേ, മലയാളം. അയ്യോ, ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യണം. ഫീൽഡ് ഫസ്റ്റ് ലാംഗ്വേജ് എന്താണ്, മലയാളമായിട്ട്. ഇങ്ങനെ കറക്റ്റ് അവർ പറഞ്ഞ ക്യാപ്സൊക്കെ ആയിട്ട് നിൽക്കണം. ഇനി വേറെ എന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഓപ്പൺ ദ ക്വയറി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫിനിഷ് കൊടുക്കുന്നു, കഴിയും. അപ്പം മലയാളം സെലക്ട് ചെയ്ത് എല്ലാ കുട്ടികളിലും നമുക്ക് കിട്ടി. 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ എല്ലാവരും കിട്ടി. ഇനി ഇത് ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇനി ഫയൽ സേവ് ആസ് പറഞ്ഞത്. ഓക്കെ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ മക്കളെ ക്വയറി ഉണ്ടാക്കാൻ. അപ്പോൾ ഈ സാധനം നമുക്ക് ക്ലോസ് ചെയ്യാം. അതിവിടെ താഴെ ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കിയ സാധനം. ഓക്കെ, ഇനി എന്താ, ഈ ഫയൽ സേവ് ചെയ്യുന്നു, സേവ് ആസ് കൊടുക്കുന്നു. എവിടെ നിങ്ങൾ ഇവിടെ ഹോമിൽ എക്സാം 10ൽ നിങ്ങളുടെ റോൾ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ. അപ്പോൾ ഞാൻ ഡേറ്റാബേസ് _2 കൊണ്ടുവന്നു. ഓക്കെ, കഴിഞ്ഞു. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പ് എന്താണ്, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ടിവിറ്റി 3 നോക്കിയേ, ഹോമിൽ എക്സാം ആകെ students 2.odb. ഓക്കെ, അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. students 2.odb. ഓക്കെ, അപ്പോൾ ഇതിലുള്ള നിങ്ങൾക്കറിയാം ടേബിൾ ഉണ്ട്, ക്വയറി ഉണ്ട്. ക്വയറി ഇവർ ഓൾറെഡി കുറേ ക്വയറി ഉണ്ടാക്കി, കുറേ റിക്വസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട് ഡെസ്കിൽ പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ കുട്ടികളെ അഡ്മിഷൻ നമ്പർ ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ള കുറേ ക്വയറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് അവരുണ്ടാക്കി. നമ്മളോട് എന്താ പറഞ്ഞത് നോക്കി, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മലയാളം കുറേ വായിച്ച് നിങ്ങളെ ചിരിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റും. റിപ്പോർട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ നോക്കി, വീഡിയോ എഡിറ്റിംഗ് പരിശീലനം ലഭിച്ച, അപ്പോൾ ട്രെയിനിങ്ങിൽ വീഡിയോ എഡിറ്റിംഗ് കിട്ടിയ കുട്ടികളുടെ റിപ്പോർട്ട് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഹിൻഡുകൾ വന്നത്, റിപ്പോർട്ട്സിൽ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ക്വയറി അവരുണ്ടാക്കിയിട്ടുണ്ട്. ആ ക്വയറി വെച്ച് നമ്മൾ റിപ്പോർട്ടിൽ ഏറ്റവും റൈറ്റിലേക്ക് പോവുക, റിപ്പോർട്ടിനേക്ക്. ഓക്കെ, യൂസ് വിസർ ടു ക്രിയേറ്റ്. വിസറിനാണല്ലോ പറഞ്ഞത്, വിസറിനേക്കാൻ പറഞ്ഞു ഒരു പ്രശ്നമേക്കാം. ഓക്കെ, മെല്ലെ വന്നോളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഇനി എന്താണ്, ഈ സാധനം വേണേൽ ക്ലോസ് ചെയ്തോ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫീൽഡുകൾ വേണ്ടത്, നമ്മുടെ ഫീൽഡുകൾ എന്തൊക്കെയാണ്, അവൈലബിൾ ഫീൽഡ്സ് എന്തൊക്കെയാണ്, ടേബിൾസ് ഓർ ക്വയറീസ് ടു ചേഞ്ച് വീഡിയോ എഡിറ്റിംഗ്. ഓക്കെ, ആയിക്കോട്ടെ. ഇനി നോക്കിയാൽ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ട്രെയിനിങ്. അഡ്മിഷൻ നമ്പർ നോക്കിയാൽ സെയിം സംഭവം. അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ഇതൊന്നും അല്ല വേണ്ട, ട്രെയിനിങ്. അവസാനം ട്രെയിനിങ്ങിലേക്ക് പോവാം. ഫിനിഷ് ആവാനായില്ല, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി എന്താണ് പറയുക, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും കണ്ടീഷൻ? ട്രാൻസ്ഫർ ടു ദ ഫീൽഡ്സ് റിപ്പോർട്ട് നെക്സ്റ്റ് ഫിനിഷ്. വേറെ ഒന്നും ചെയ്യണ്ട. പ്രത്യേകിച്ച് സെർച്ചോ ഗ്രൂപ്പിങ്ങോ ലേബിളിങ്ങോ ഒന്നും വേണ്ട, ഫിനിഷ് വയ്ക്കാൽ മതി, പരിപാടി കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്യാനില്ല. ഇതാണ് റിപ്പോർട്ടിങ്. വീഡിയോ എഡിറ്റിംഗ് കൊടുത്തിട്ടില്ല, അതൊരു മിസ്റ്റേക്ക്. ആ സ്റ്റെപ്പിൽ കൊടുത്തിട്ടില്ല അല്ലേ. നമ്മളെ പറ്റിക്കാൻ നോക്കാം. നമ്മളൊന്നുകൂടി റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്, ഈ ക്ലോസ് ചെയ്യുന്ന റിപ്പോർട്ട് ഒരു പണിയില്ല, നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ റിപ്പോർട്ടില്ലേ, അത് ഡിലീറ്റ് ചെയ്തേക്കാം. നമുക്കത് വേണ്ട, ഡിലീറ്റ് കൊടുത്തു. ഞാൻ റിപ്പോർട്ട് ഒന്നുകൂടി വിസർഡ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇയാളെ നമുക്ക് വേണ്ട. ഞാൻ നിന്നു സെയിം അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, പിന്നെ ട്രെയിനിങ്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് അടുത്തത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നോക്കാം. ഇതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇവിടെ നമ്മൾ കറക്റ്റ് എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, ട്രാൻസ്ഫർ ടു ഫീൽഡ്സ് ഇൻ ദ റിപ്പോർട്ട് നെക്സ്റ്റ് ഫിനിഷ്. ഇവിടെ ഒന്നും പറഞ്ഞില്ലോ. ഇവിടെ റിപ്പോർട്ട്സ് യൂസ് വിസർ ടു ക്രിയേറ്റ് റിപ്പോർട്ട് ടേബിൾസ് ഓർ ക്വയറീസ് ചേഞ്ച് ടു വീഡിയോ എഡിറ്റിംഗ്. അപ്പോൾ അവിടെ തന്നെ മാറ്റണം. അപ്പോൾ ടേബിൾസ് ഓർ ക്വയറീസ് നോക്കിയാൽ ഫീൽഡ് സെലക്ഷനിൽ ഇവിടെ നിങ്ങൾ മാറ്റണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യാം. നോക്കാം ഒന്നുകൂടി. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇവിടെ ടേബിൾസ് ഓർ ക്വയറീസ് ഇവർ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. നോക്കി, റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഡാറ്റാബേസ് ഫയലിൽ വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള ക്വയറി ഉപയോഗിക്കണം. എന്തിനാണ് നമ്മളിപ്പോൾ അഡ്മിഷൻ നമ്പർ എന്നുള്ള ക്വയറി എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ക്വയറി ഞാൻ പറഞ്ഞു നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ
ലിറ്റിൽ കിഡ്സ് എന്നല്ല വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഇനി അവരുടെ അപ്പോൾ വീഡിയോ എഡിറ്റിംഗുള്ള സ്റ്റുഡൻസിനെ ഓൾറെഡി സെലക്ട് അത്രേ ഉള്ളൂ കുട്ടികൾ. ഇനി നിങ്ങളെന്താ നെയിം, ക്ലാസ്, റോൾ നമ്പർ, ഇത് ട്രെയിനിങ് കൂടി കൊടുക്കുന്നു. ഓക്കെ, ഇതല്ലേ വേണം എന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഫീൽഡുകൾ. ഇനി എന്ത് ചെയ്യുക? കഴിയും, റെഡി ആയി. ഓക്കെ, ഫിനിഷ് ചെയ്യുക. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കഴിയും, റെഡി. വീഡിയോ എഡിറ്റിങ്ങിലെ കുട്ടികളെ വന്നിട്ടുള്ളൂ. അതാ ക്വയറിയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലത്തെ ക്വയറി. എന്നിട്ട് എന്താ ഇത്രേ ഉള്ളൂ. ഇനി റിപ്പോർട്ട് എക്സ്പോർട്ട് എന്നല്ല പറഞ്ഞത്, റിപ്പോർട്ട് സേവ് ആസ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിപ്പോർട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഫയൽ സേവ് ആസ് കൊടുക്കാം. ഫയൽ സേവ് ആസ്. ഇനി എന്താണ് ഇവിടെയല്ല വേണ്ടത്, എനിക്ക് ഹോമിൽ എക്സാം 10 ഡേറ്റാബേസ്, നിങ്ങളുടെ റോൾ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ കേട്ടോ, ഡേറ്റാബേസ് 3 കഴിയും. അപ്പോൾ ഇതും കഴിഞ്ഞാലോ ഞാൻ എന്താ ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മക്കളെ മാർക്കിൽ സൺഡേ വളരെ ഇമ്പോർട്ടൻറ്റ് ലൈവ് ഉണ്ട്. നിങ്ങൾ എപ്പോഴത്തേക്കും ഇത് കഴിഞ്ഞിട്ടുണ്ട് എക്സാം. ആൻഡ് ബാക്കിയുള്ള സബ്ജക്ട്സ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാത്തിനും എക്സാമിനർ കൂടെ ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ചാനലാവും. 5 lakh സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കുക. ഫ്രീ ആയിട്ട് യൂട്യൂബിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ഉണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സ്കൂളിലെ കുട്ടികളുടെ വിവരങ്ങളാണ് ഹോം എക്സാം നോക്കിയാൽ സ്റ്റുഡൻസ് ODBയിലുള്ളത്. റിപ്പോർട്ട് ഉണ്ടാകും. സ്റ്റുഡൻസ് ODB ആണ്. എനിക്കൊന്ന് തെറ്റിപ്പോയി, ഒന്ന് സ്റ്റുഡൻസ് 2 ആട്ടോ. ക്വസ്റ്റ്യനിൽ ചെറിയ തെറ്റുണ്ട്. സ്റ്റുഡൻസ് 2 എടുക്കേണ്ടത്, കാരണം അതിലെ ക്വയറി. അപ്പം എന്നിട്ട് റിപ്പോർട്ടിലേക്ക് കയറും. ക്വയറി ഓൾറെഡി കുറേ ഉണ്ട്, അങ്ങനത്തെ ഫയൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കണം. ഓക്കെ, ഇനി നോക്കി എന്താണ് പറഞ്ഞിരിക്കുന്നത്. ലിറ്റിൽ കൈറ്റ്സിൽ എന്താണ് ബേസിക്കലി വേണ്ടത്? ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ വിവരങ്ങളാണ് വേണ്ടത്. അതിൻ്റെ റിപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിൽ പോയിട്ട് ഇത് നിൽക്കുന്നു. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളിവിടെ വിസേഡ് നിൽക്കുന്നു, വെയിറ്റ് ചെയ്യുക. ഇനി ക്വയറി മാറ്റണം. ഓൾറെഡി ഉള്ളൊരു ക്വയറി ഉണ്ടായിരുന്നു. നമ്മൾ ടേബിൾ ഓർ ക്വയറി മാറ്റി ലിറ്റിൽ കിഡ്സ് അല്ല കൈറ്റ്സ് ആക്കണം. ഓക്കെ, അതാണ് ഇവർ പറഞ്ഞത്. ഈ സാധനം എനിക്കിഷ്ടമല്ല, പോട്ടെ. ഓക്കെ, ഇനി നോക്കട്ടെ. അവൈലബിൾ ഫീൽഡ്സ് ഈ 4 എണ്ണമാണ് വേണ്ടത്. ക്ലബ്ബും കൂടി വേണം. ഓക്കെ, വേറെ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമ്മളിത് മാറ്റി ഇത് റിപ്പോർട്ട്. ഇത്രയും നിങ്ങളോട് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, പിന്നെ ക്ലബ്ബും കൂടി വേണം. ഓക്കെ, കഴിഞ്ഞു. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ക്വയറി ജനറേറ്റഡ്, ക്വയറി അല്ല റിപ്പോർട്ട് ജനറേറ്റഡ്, സിമ്പിൾ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യാനാണല്ലോ പറഞ്ഞത്. ഇനി എക്സ്പോർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങളോട് പറയണതാ, ഇത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, PDF ആയിട്ടും ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി ഇത് സേവ് ആസ് കൊടുക്കുന്നു. അതോടെ നിങ്ങളുടെ എന്ത് ക്വസ്റ്റ്യൻ ഡേറ്റാബേസിൽ വരുന്നുണ്ടെങ്കിലും അത് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോമിൽ എക്സാം 10 നിങ്ങളുടെ റോൾ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, 4 ഇത്രേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഫുൾ പവർ ആവട്ടെ. ആൻഡ് മറക്കരുത് മക്കളെ, ആദ്യം പറഞ്ഞ പോലെ ഈ നോട്ട്സ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ ഗ്രൂപ്പ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ആരും നമ്പറും കിട്ടില്ല, ആർക്കും നിങ്ങളുടെ നമ്പർ കിട്ടില്ല. അപ്പോൾ ടോട്ടലി സേഫാണ്. അതേപോലെ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഇങ്ങനെ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് പേടിക്കേണ്ട, എല്ലാം കാര്യമുണ്ട്. അപ്പോൾ അത് കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ആൻഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു ഇൻ അദർ വീഡിയോ.